ഹായ് ഡിയേഴ്സ്. സ്ത്രീകൾ ശക്തകളാണ്, പക്ഷെ എനിക്കത്ര ശക്തിയൊന്നും ഇല്ല കേട്ടോ. എനിക്ക് വലിയ മനഃശക്തിയും ആരോഗ്യവും ഒന്നും ഉള്ള ഒരാളൊന്നുമില്ല. മനഃശക്തി എന്ന് പറയുന്നത് തീരെയില്ല, നമ്മളങ്ങനെ പറഞ്ഞുകൂടാ. എങ്കിലും ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ചില സ്ത്രീകളുടെ വിൽ പവറും പോസിറ്റീവ് വൈബും ഒക്കെ കണ്ടിട്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അത്ഭുതപ്പെട്ട ഒരു ലേഡിയെ ഞാൻ പരിചയപ്പെടാനിടയായി. അവരെ വീട്ടിൽ ചെന്നു. ഈ വിദ്യാഭ്യാസം വിൽ പവറും ആയിട്ടും പിന്നെ ഒന്നും ഒരു കണക്ഷനൊന്നുമില്ല ഞാൻ കണ്ടെടുത്തോളൂ. ഒട്ടും വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളാണ് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും കൂടുതലും. ഒട്ടും വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ ഭയങ്കര വിൽ പവറാണ് അവർക്ക്. എനിക്ക് തോന്നിയതാണോ എന്തോ, പക്ഷെ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളോ ഒരു ജോലിയുള്ള ഒരാളൊക്കെ അവരൊക്കെ എന്തെങ്കിലും ഒരു നിസ്സാര കാര്യത്തിന് പോയി ആത്മഹത്യ ചെയ്യുകയും ഒക്കെ ചെയ്യും. പക്ഷേങ്കിൽ ഇവരൊന്നും അങ്ങനല്ല. ഒരു 3-ാം ക്ലാസ്സോ 4-ാം ക്ലാസ്സോ 2-ാം ക്ലാസ്സോ ഒക്കെ പഠിച്ചിട്ടുള്ള സാധാരണ ലെവലിൽ കുടുംബജീവിതം നയിക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ. ഏറ്റവും കൂടുതൽ അവരാണ്. ഇപ്പോഴല്ലേ മാറി 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 വന്നത്. അപ്പോൾ അവരുടെ വിൽ പവർ എന്ന് പറയുന്നത് ഒരു വലിയൊരു സംഭവം വന്നാലും അതിനെയൊക്കെ ഫേസ് ചെയ്യുന്ന രീതി വ്യത്യസ്തമാണ്. അവരെയൊന്നും അങ്ങനെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. പിന്നെ പൊതുവേ ഉള്ളൊരു ധാരണയെന്ന് വെച്ചാൽ ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളിനെയാണ് വിൽ പവർ കൂടുതൽ. അവരെ ഒന്നിലും തോൽപ്പിക്കാൻ പറ്റത്തില്ല. വലുതായിട്ട് അവരെ ഒന്നിലും വീഴ്ത്താനൊന്നും പറ്റില്ല, ചതിയിലായാലും വേറെ എന്തിലായാലും. പക്ഷേ അത് ധാരണ തെറ്റാണ്. ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള 10 പേരെ നോക്കുമ്പം അതിൽ ഒരു 8 പേർക്കും വലിയ വിൽ പവറോ ഒരു കാര്യത്തിനെ ഒരു പ്രതിസന്ധി ജീവിതഘട്ടത്തിൽ വന്നാൽ അതിനെ ഫേസ് ചെയ്യാൻ അവർക്ക് പറ്റാതാവും. 8 പേര് അത് ഈ 2 പേരും കാണും ഫേസ് ചെയ്യുന്നത്. പക്ഷേ ഒരു എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ഒരു സ്ത്രീയോ പുരുഷനോ, ഇപ്പം സ്ത്രീയുടെ വിഷയമേ ഞാൻ പറയുന്നുള്ളൂ, അവരൊക്കെ ആകുമ്പോൾ അതിനെ ഫേസ് ചെയ്യുന്ന രീതി വ്യത്യസ്തമാണ്. അവർ ഭയങ്കര വിൽ പവർ കൂടി പോസിറ്റീവ് വൈബോട് കൂടി പോസിറ്റീവായിട്ടങ്ങ് അവരതിനെ ഫേസ് ചെയ്യുന്നത് കണ്ടുവരാം. അപ്പോൾ ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അങ്ങനെ ഞാൻ ഈ ലേഡിയെ കണ്ടു. അവരെ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നപ്പം അവരുടെ സാധാരണ ഒരു വീടാണ്. ആ വീടിൻ്റെ ഒരു റൂമിനകത്ത് കംപ്ലീറ്റ് കുറേ ഡ്രസ്സ്. അന്നേരം ഞാൻ അറിയുന്നത് സ്റ്റിച്ച് ചെയ്യാനുള്ളതെല്ലാം അടുക്കി ഒരു ഭാഗത്ത്. അത് കഴിഞ്ഞിട്ട് വൺ സൈഡ് ബ്യൂട്ടി പാർലർ, നല്ല ചെയറ്, അതിനകത്ത് ലക്ഷക്കണക്കിന് രൂപയുടെ ബ്യൂട്ടീഷ്യൻ വർക്ക് ചെയ്യുന്ന നമ്മുടെ കോസ്മെറ്റിക്സും എല്ലാ സംഭവങ്ങളും എനിക്കറിഞ്ഞൂടാ ബ്യൂട്ടീഷ്യൻ്റെ സംഭവമൊന്നും. പിന്നെ ഒരു എന്തൊക്കെയോ ചെയ്യുന്ന ഒരു യന്ത്രം, ഒരു സ്കെലിറ്റൻ അസ്ഥികൂടം പോലെ കയറിയിരുന്നു അതൊക്കെയുണ്ട്. അപ്പം അതൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. കാരണം ഞാൻ യൂട്യൂബിനകത്ത് എടുത്ത് വെച്ച് നോക്കി. എന്നിട്ട് അതെന്തൊക്കെയോ ചെയ്യുന്ന കാര്യമാണ്. അതൊക്കെ പോയി നമ്മളെ ബ്യൂട്ടി വ്ളോഗുകളിൽ നോക്കുമ്പോൾ അവർ വിശദമായിട്ട് പറഞ്ഞു തരും. ഓക്കെ, അങ്ങനെ ഞാനിത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ വരുന്നത് സ്റ്റിച്ച് ചെയ്യാൻ ചെറിയ 18, 17, 20 വയസ്സുള്ളവരൊക്കെ. ഇവർ ഓൾറെഡി ഒരു ബ്യൂട്ടി പാർലർ അവർക്കുണ്ട്. അവിടെ പോയി ഇവർക്ക് ഏകദേശം ഒരു 19 വയസ്സൊക്കെ കടന്നിട്ടുണ്ടായിരിക്കും കണ്ടിട്ട് കാഴ്ചയിൽ. 2-3 മക്കളുമൊക്കെ ഉണ്ട്. എന്നിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ എത്ര സ്ത്രീകളാണ് അവരുടെ കുടുംബജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് വിൽ പവറോടുകൂടി പോകുന്നത്. അവർ പിന്നെ ബ്യൂട്ടി സെൻറ്ററിൽ പോകുന്നു, അവിടെ രാവിലെ 8 വൈകിട്ട് വരെ നിൽക്കുന്നത്. ആഫ്റ്റർ അവർ വീട്ടിൽ വരുമ്പോഴും അവിടെ ആളുണ്ട്. അപ്പോൾ അവരുടെ ക്ഷീണമോ അവരുടെ പിന്നെ വേറെയുള്ള കാര്യങ്ങളൊന്നും നോക്കാതെ തന്നെ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെ മക്കളെ നോക്കുന്നു, അവരെ കുടുംബജീവിതം നോക്കുന്നു, എല്ലാം. അപ്പോൾ അത് ഞാനൊക്കെ ആയിരുന്നെങ്കിൽ എപ്പോഴേ തകർന്ന് വണ്ടാരടങ്ങി പോയേനെ. അപ്പോൾ അവർ ഒരിക്കലും ഒരു പ്രതിസന്ധി ഒന്നും അവരെ ബാധിക്കത്തില്ല അങ്ങനെയുള്ളവരുടെ. ഇതിപ്പോൾ അവരുടെ കാര്യം മാത്രം പറഞ്ഞതല്ല, എല്ലാവരുടെയും ഇങ്ങനെയുള്ള ജോലി ചെയ്ത് ഒരുപാട് സ്ത്രീകൾ
അവരുടെ കുടുംബം പുലർത്തുന്നുണ്ട്. ഭർത്താവുണ്ട്, ഭർത്താവിന് വേറെ വരുമാനം ഉണ്ടായിരിക്കുമെങ്കിലും ഒരുപാട് ലേഡീസ്, ഞാൻ ഈ ചുറ്റുവട്ടത്തൊക്കെ ഒരുപാട് പേര് കണ്ടിട്ട് അത്ഭുതപ്പെടുന്നുണ്ട്. എൻ്റെ ഈ സ്ഥലത്ത് തന്നെ ചെറിയൊരു ഗ്രാമം, ഇവിടെ തന്നെ എല്ലാവരും ഒരു 10 വീട് നോക്കി 8 വീട്ടിലെ സ്ത്രീകളും രാവിലെ ജോലിക്ക് പോകുന്നവരാ. ജോലിക്ക് പോകുന്നു, വൈകിട്ട് വരുമ്പം അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, ആഹാര സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് വരുന്നു, സന്തോഷമായിട്ട് ജീവിക്കുന്നു. അവരുടെ വിൽ പവറൊക്കെ കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇതിൻ്റെ പകുതിയിൽ ഒരംശമെങ്കിലും, ഒരു 25% വിൽ പവർ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും ഇങ്ങനെയൊക്കെ നല്ല തൻ്റെ ഇടത്തോടു കൂടി ഒക്കെ ജീവിക്കാമായിരുന്നെന്ന്. അപ്പോൾ സ്ത്രീകൾ ഒരിക്കലും താഴോട്ടല്ല, അവരുടെ വിൽ പവർ ഭയങ്കരമാണ്. ഒരു സ്ത്രീക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഒരുപാട്. അതെല്ലാം നമുക്ക് തെളിഞ്ഞതാണ്. പക്ഷേ ഞാനിപ്പം ഇങ്ങനെ ചിന്തിച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ സ്ത്രീകൾ നിസ്സാരക്കാരൊന്നുമല്ല, അവർ ഏത് ലോകത്തും എത്തും അവർ. അപ്പോൾ ബൈ ബൈ. എല്ലാം ഇങ്ങനെയുള്ള അധ്വാനിച്ച് ജീവിക്കുന്ന എല്ലാ സഹോദരിമാർക്കും എൻ്റെ ബിഗ് സല്യൂട്ട്. നിങ്ങളെ വിൽ പവർ ഭയങ്കരമാണ്. ഞാനൊക്കെ മണ്ടോദരിയാണെന്ന് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. ബൈ ബൈ. ഓക്കെ.